ഞാനിന്ന് സ്ഥലം സിയോട് സംസാരിച്ചു. അദ്ദേഹം ഇക്കയുടെ മരണവുമായി ബന്ധപ്പെട്ട് കുറച്ച് ദുരൂഹതകൾ പറഞ്ഞു. ആ ട്രാവലർ മോഷണം പോയതായതുകൊണ്ട് ഓണറെ സംശയിച്ചിട്ട് കാര്യമില്ല. ആ വണ്ടി ഓടിച്ച ആളെ CCTV മുഴുവൻ പരിശോധിച്ചിട്ടും കാണാനും ആയില്ല. ഒരു സാധാരണ ആക്സിഡന്റ് ആയിരുന്നെങ്കിൽ മോഷ്ടിച്ച വണ്ടി ഉപേക്ഷിച്ചു പോകേണ്ട കാര്യമില്ലല്ലോ. അതും മറ്റൊരു സ്ഥലത്ത് നിന്നാ കിട്ടിയത്. ആളൊഴിഞ്ഞ സ്ഥലം, മനഃപൂർവ്വമായി വന്നിടിച്ച ട്രാവലർ. ഇതൊക്കെയാണ് CI പറയുന്ന സംശയങ്ങൾ. അതാരോടിച്ചു എന്നറിഞ്ഞാലേ പോലീസിന് ഇനി എന്തെങ്കിലും ചെയ്യാനാവൂന്ന അദ്ദേഹം പറഞ്ഞത്. പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ഇത് സാധാരണ നടക്കുന്നൊരു ആക്സിഡന്റ് മാത്രമാണ്. എനിക്കങ്ങനെയല്ലല്ലോ. എനിക്ക് ചില സംശയങ്ങളുണ്ട്. അതുവഴിയേ ഞാൻ അർച്ചനോട് പറയാം. സാധാരണ അപകടമായി പോലീസ് ക്ലോസ് ചെയ്യാൻ പോകുന്ന എന്റെ ഇക്കയുടെ കേസിന്റെ സത്യാവസ്ഥ എനിക്കറിയണമെന്നുണ്ട്. മരിക്കുന്നതിന് തൊട്ടു മുൻപ് ഇക്ക എന്നെ വിളിച്ചിരുന്നു എന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ? അന്നെന്തോ വലിയ രഹസ്യം കണ്ടുപിടിച്ച രീതിയിലാ ഇക്ക എന്നോട് സംസാരിച്ചത്. അത് പറയേണ്ടടുത്ത് പറഞ്ഞിട്ടേ വരുവുള്ളൂ എന്നും എന്നോട് പറഞ്ഞു. അതെന്താണെന്ന് അറിഞ്ഞാലേ ഇതൊരു കൊലപാതകമാണെങ്കിൽ അതിന് പിന്നിൽ ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഡോക്ടർക്ക് സംശയം അവന്തിയെടുത്തിയാണോ? അതെ, അവന്തികയുടെ നമുക്കറിയാത്ത എന്തോ രഹസ്യം ഇക്ക അറിഞ്ഞു കാണും. അത് പറയാനാവും ഇക്ക ശ്രമിച്ചതും. അവന്തിയെടുത്തെക്കുറിച്ചാണെങ്കിൽ മറ്റാരോട് പറയുന്നതിന് മുന്നേ നമ്മളോടല്ലേ പറയൂ? അന്ന് രാത്രി എന്നെയും വിളിച്ചിരുന്നു. പക്ഷേ എന്നോട് അതേക്കുറിച്ചൊന്നും പറഞ്ഞില്ല. അത് അങ്ങനെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ട് അത് എന്നോട് പറഞ്ഞേനെ. ഡോക്ടറുടെ സംശയം ഞാൻ പറഞ്ഞു മാറ്റുമല്ല, സാധ്യതകളാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലുള്ള സാധ്യതകൾ തന്നെയാ എന്റെ സംശയങ്ങളും. ആ സംശയങ്ങളെല്ലാം എനിക്ക് മാറ്റണം. അതല്ല, ദുരൂഹത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അറിയണം. ഇതെല്ലാം അർച്ചനെ കൂടി അറിയിക്കാനും സത്യാവസ്ഥ എന്താണെന്ന് കണ്ടുപിടിക്കാൻ എന്റെ കൂടെ നിൽക്കണമെന്നും പറയാനാ ഞാൻ കാണണമെന്ന് പറഞ്ഞത്. ഡോക്ടർ ഖാദറ എനിക്ക് എന്റെ സഹോദര തുല്യനായിരുന്നു. എന്റെ അനൂപേണ്ണെ പോലെ തന്നെ. അങ്ങനൊരാൾക്ക് എന്താ പറ്റിയെന്ന് എനിക്കും അറിയണം. അതിലെല്ലാം ഉപരി എന്റെ എല്ലാ കാര്യത്തിനും എന്റെ കൂടെ നിന്ന് സഹായിച്ച ആളാ ഡോക്ടർ. നന്ദേട്ടനെ കൊണ്ടുവന്നതുൾപ്പെടെ. ഇപ്പോ നെല്ലിശ്ശേരിയിലുള്ള സന്തോഷത്തിന്റെ ഒരു പങ്ക് ഡോക്ടർ കൂടി അവകാശപ്പെട്ടതാ. അതുകൊണ്ട് എന്ത് സഹായത്തിനും ഏത് കാര്യത്തിന് വിളിച്ചാലും വെളിപ്പുറത്തി അർച്ചന ഉണ്ടാവും.